എല്ലാ വിഷയങ്ങളെ ഓർത്ത് ഞാൻ പ്രാർത്ഥിക്കാം. ദൈവകരം സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ. ദൈവത്തിന്റെ പ്രവൃത്തികൾ ഓരോരുത്തരെയും ചെയ്ത് വായിക്കട്ടെ. നമ്മളിലൂടെ ദൈവം ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം ദൈവം പൂർണ്ണമായി ചെയ്യുക. അത് നമ്മൾ വിധേയപ്പെട്ട് കൊടുക്കുക. കർത്താവിന്റെ സന്നിധി നമുക്ക് ചിലപ്പം നമ്മൾ പുറമേ നോക്കുമ്പോൾ ഒരുപക്ഷെ നമുക്ക് ഒന്നിനും സാധ്യതകളില്ലായിരിക്കും. പക്ഷെ എന്നാൽ ആ സാധ്യതകളില്ലല്ലോ, അല്ലെങ്കിൽ എനിക്ക് കഴിയത്തില്ലല്ലോ, ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങളാണല്ലോ എന്ന് പറഞ്ഞിട്ട് ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യാതിരിക്കരുത്. അത് വലിയ പാപമാണ്. അതുകൊണ്ട് ജീവിതത്തിൽ എത്ര പ്രശ്നങ്ങൾ വന്നാലും പ്രതികൂലങ്ങൾ വന്നാലും കുടുംബജീവിതത്തിലാണെങ്കിലും ഏത് പ്രശ്നം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന കാര്യം നമ്മൾ ചെയ്യുക. നമ്മുടെ തിരുവചനത്തിലൊക്കെ നമുക്ക് അത് കാണാം. കർത്താവ് ഏൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക. അമ്മി അതിന് യാതൊരു തടസ്സം. കാരണം മുമ്പേ അവന് രാജ്യം നീതിയും അന്വേഷിപ്പിന് അതോടുകൂടി ഇത് ലഭിക്കും. അത് നമ്മുടെ എല്ലാ ജീവിതത്തിലെ കാര്യങ്ങൾക്കും അത് ബാധകമാണ്. ആത്മീയ കാര്യം പറഞ്ഞാൽ മുമ്പേ അവൻ രാജ്യം ഇപ്പൊ നമ്മൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ കർത്താവിന്റെ പേര് നമ്മളിലുണ്ട്. ദൈവം അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യാതിരുന്നാൽ അതും പാപമാണ്. അതുകൊണ്ട് മുമ്പേ അവന് രാജ്യം നീതിയും അന്വേഷിക്കാൻ ജോലിയെ കളയണം.